അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓർഗനൈസേഷനിൽ പേഴ്സണാലിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഓർഗനൈസേഷൻ, അതാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഓരോ സമൂഹത്തിലും ഓരോ ഓർഗനൈസേഷനിലും അംഗങ്ങൾ തമ്മിലുള്ള പേഴ്സണാലിറ്റി മനസ്സിലാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സമുദായം കാലാകാലത്തേക്ക് നിലനിൽക്കുന്നതിന് സഹായകമാകുന്നതാണ് ഈയൊരു തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് പേഴ്സണാലിറ്റീനെ പറ്റിയിട്ട്, അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് പോലെ പല ബിസിനസ്സുകൾ രണ്ട് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്ന് പച്ച പിടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്, മറ്റൊന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ. ഇതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ നമ്മൾക്ക് കോമണായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അംഗങ്ങൾ തമ്മിൽ പേഴ്സണാലിറ്റി അറിഞ്ഞുകൊണ്ട് ഇവൻ പ്രോബ്ലം സോൾവിങ്ങിനെ പറ്റിയ ആളായതുകൊണ്ട് ഇവനക്ക് ഈ ഒരു ജോലിയായിരിക്കും ഏറ്റവും നല്ലത്, ഇവൻ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്ന ആളായതുകൊണ്ട് ഇവനക്ക് ഏറ്റവും നല്ല ജോലി ഇതാണ് എന്ന് ആളുകളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടർ അറിഞ്ഞുകൊണ്ട് അവർക്ക് നൽകപ്പെടുന്ന ജോലികൾ പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനികൾക്ക് സ്വാഭാവികമായിട്ടുമുള്ള വളർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്ന ബിസിനസ്സിലുള്ള പച്ചപ്പ് എന്നത്. എന്നാൽ മറ്റൊരു നിലക്ക് ഈ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ബിസിനസ്സുകളിലുള്ള തകർച്ച. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു HR ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ, അംഗങ്ങൾ തമ്മിൽ, ഒരു ഓർഗനൈസേഷനിലെ അംഗങ്ങൾ തമ്മിൽ പെരുമാറുമ്പോൾ അവർ വർത്തിക്കുന്ന സ്വഭാവത്തിൻ്റെ വ്യത്യസ്ത ഫേസുകളാണ് സത്യത്തിൽ പേഴ്സണാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണാലിറ്റികളുണ്ടാവും. അവരുടെ കുടുംബ പാരമ്പര്യം, പൈതൃകം, അതൊക്കെ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി, ഒരു പ്രശ്നം വരുമ്പോൾ അവനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ലൊരു സംഭവം നടക്കുമ്പോൾ അതിനോട് അവൻ എങ്ങനെ വർത്തിക്കുന്നു എന്നതൊക്കെ അനുസരിച്ചിരിക്കും അവൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഇവിടെ പേഴ്സണാലിറ്റിനെ രൂപപ്പെടുത്തുന്ന 3 ഘടകങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊന്ന് ഹെറിഡിറ്റി എന്ന് വെച്ചാൽ പൈതൃകം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് ഫൗണ്ടേഷനിലൂടെയാണ് 50%, ലോകത്തുള്ള 50%-ഓളം മനുഷ്യന്മാരുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കപ്പെട്ടത്. അത് ജനറ്റിക് ഫൗണ്ടേഷനിലൂടെയാണ്. അവരുടെ പൈതൃകം എങ്ങനെയായിരുന്നു, വംശപാരമ്പര്യം എങ്ങനെയായിരുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ടിട്ടുണ്ടാവുക. മറ്റൊരു നിലക്ക് നോക്കുകയാണെങ്കിൽ എൻവിറോൺമെൻറ്റ്, അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ, അവരുടെ ഫാമിലി അപ്ബ്രിങ്ങിങ് എങ്ങനെയാണോ, സോഷ്യൽ എക്സ്പീരിയൻസുകൾ മൂലം അവർക്കുണ്ടാകുന്ന പേഴ്സണാലിറ്റികൾ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ഘടകമാണ്. മൂന്നാമത്താണ് സിറ്റുവേഷൻ. ഓരോരുത്തരെയും സിറ്റുവേഷനുകൾ പല പേഴ്സണാലിറ്റികളും വരുത്തി തീർക്കുന്നുണ്ട്. ഓരോരുത്തർക്കും സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ 3 കോമൺ ഫാക്ടേഴ്സാണ് പേഴ്സണാലിറ്റിക്കായിട്ട് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി തിയറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മേജർ പേഴ്സണാലിറ്റി ഫ്രെയിം വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കുറച്ച് പേഴ്സണാലിറ്റി കണ്ടെത്താനുള്ള കുറച്ച് ഫ്രെയിം വർക്കുകൾ. അതിലൊന്നാമത്തതാണ് MBTI. MBTI എന്ന് പറഞ്ഞാൽ മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ മയേഴ്സ് ബ്രിഗ്സ്, ഈ 2 ആളുകൾ, എനിക്ക് തോന്നുന്നത് ഇത് വാപ്പയും മകളാണെന്ന് തോന്നുന്നത്. ഏതായാലും ഇവർ 2 പേരും കൂടി റിസർച്ച് ചെയ്ത് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്, പേഴ്സണാലിറ്റി ഫ്രെയിം വർക്കാണ് MBTI എന്ന് പറയുന്നത്. സാധാരണ കോമൺ ആയിട്ട് ബിസിനസ്സുകൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഫ്രെയിം വർക്കാണ് MBTI എന്നുള്ളത്. MBTI മനസ്സിലാക്കാൻ വേണ്ടി, MBTIയിലുള്ള പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ, ഒന്നാണ് എക്സ്ട്രാവേർഷൻ, മറ്റൊന്ന് ഇൻട്രോവേർഷൻ. അപ്പോൾ എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പുറത്ത് സമൂഹത്തിൽ
അവർ വർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് കാണിക്കുന്ന സ്വഭാവം എന്താണോ അതാണ് എക്സ്ട്രോവേർഷൻ. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അദ്ദേഹം ഉള്ളിൽ ആളുകളോട് പ്രത്യേകിച്ച് പുറത്ത് സംസാരിക്കുന്നതിന് മടി കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പുറത്ത് സമൂഹമായിട്ട് പബ്ലിക് സ്ഫിയറിൽ പ്രവർത്തിക്കാൻ മടി കാണിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഇൻട്രോവേർഷൻ്റെ ആളുകളായിരിക്കും. ഏതായാലും ഇത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ എക്സ്ട്രോവേർഷനാണോ അല്ലെങ്കിൽ ഇൻട്രോവേർഷനാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഫ്രെയിം വർക്കാണ് MBTI എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്. രണ്ടാമതായിട്ടുള്ള ബിഗ് 5 മോഡൽ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക്. ഇതും പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ഫ്രെയിം വർക്കാണ്. ഇതിൽ 5 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നത്. അതിലൊന്നാണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. ഒരാളുടെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് ഒന്നാമതായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയകളാണ് പറയുന്നത്. രണ്ടാമത് കോൺഷ്യസ്നെസ്നെസ്, അത് ഒരാളുടെ ഓർഗനൈസേഷനിൽ അയാൾ വർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. എക്സ്ട്രാവേർഷൻ, ഒരാൾ എത്രമാത്രം സോഷ്യലായിട്ട് എത്രമാത്രം എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് എക്സ്ട്രാവേർഷൻ കൊടുത്തിട്ടുള്ളത്. നാലാമതായിട്ട് അഗ്രീബിൾനെസ്, എന്നുവെച്ചാൽ ആളുകളുമായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഏത് തരത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കോപ്പറേഷൻ, ആളുകളുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക സഹായ മനസ്കത അത് എത്രത്തോളം ഉണ്ടെന്നുള്ള മനസ്സിലാക്കാനാണ് അഗ്രീബിൾനെസ് കൊടുത്തിട്ടുള്ളത്. ന്യൂറോട്ടിസിസം എന്ന് വെച്ചാൽ ആളുകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അളക്കാനുള്ളതാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഏതായാലും ഈ ഒരു 5 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഫ്രെയിം വർക്കാണ് ദ ബിഗ് 5 മോഡൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്. ഏതായാലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫ്രെയിം വർക്കുകൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി നമുക്ക് നല്ല വർക്ക്, സക്സസ്ഫുൾ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ചില പേഴ്സണാലിറ്റി ട്രൈറ്റുകളെ പറ്റിയിട്ടാണ് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമത്തതാണ് കോർ സെൽഫ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ CSE. ഓരോ ആളുകളുടെയും തന്നിലുള്ള ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് കോർ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, ഒരു നല്ലൊരു ജോബ് വരുമ്പോൾ അതിന് എത്രമാത്രം പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് CSE എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്. രണ്ടാമതായിട്ട് സെൽഫ് മോണിറ്ററിങ് എന്ന് വെച്ചാൽ സ്വയം മോണിറ്റർ ചെയ്യാനുള്ള കഴിവ്, അതാണ് സെൽഫ് മോണിറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനും അതുപോലെ അതിന് വേണ്ട ഉതകുന്ന ഇനീഷ്യേറ്റീവ്സ് അത് എന്താ പറയുക അത് ടേക്ക് ചെയ്യാനും ഇനീഷ്യേറ്റീവ്സ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ ക്ലയൻസിനെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാനുമുള്ള ഒരു പേഴ്സണാലിറ്റി, അതാണ് പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പേഴ്സണാലിറ്റികൾ അത് സക്സസ്ഫുൾ വർക്കുകൾക്ക് വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തിയറൈസ് ചെയ്യപ്പെട്ടുള്ള 3 പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ട്രൈറ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. നാലാമതായിട്ട് 2 ആളുകൾ, പേഴ്സൺ ജോബ് ഫിറ്റും അതുപോലെ പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റും. അതായത് ആളുകൾ 2 തരത്തിലാണ് ആളുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ജോബ് ഫിറ്റായിട്ടുള്ള ആളുകൾ, 2 ഓർഗനൈസേഷൻ ഫിറ്റായിട്ടുള്ള ആളുകൾ. എന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്ന ആളുകളാണ് പേഴ്സൺ ജോബ് ഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അതിന് ആഗ്രഹം കൊടുക്കുന്നതിന് പകരം, അതിന് താല്പര്യം കൊടുക്കുന്നതിന് പകരം ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്സിലൊക്കെ കഴിവുള്ള ആൾക്കാർ പ്രധാനമായിട്ടും പേഴ്സൺ ഓർഗനൈസേഷൻ ഫിറ്റിലായിരിക്കും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ഓർഗനൈസേഷനിൽ കാണാൻ വേണ്ടി സാധിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ അടുത്തായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വാല്യൂസ് അതുപോലെ അബിലിറ്റീസ്. വാല്യൂസും അതുപോലെ അബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പേഴ്സണാലിറ്റിയിലൂടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി മൂലം അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില മോഡ്സുകൾ സമൂഹത്തിനാവശ്യമായിട്ടുള്ള എന്നാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തരം സ്വഭാവത്തിൻ്റെ മോഡ്സാണ് സത്യത്തിൽ വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് അബിലിറ്റീസ്. അത് ഈ ഒരു വാല്യൂവിനെ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിലെ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന
ശാരീരികമായിട്ടുള്ള ഒരു കഴിവാണ്, ഒരു സ്കില്ലാണ് അബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയാണ് അബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബിലിറ്റീസ് പറയുമ്പോൾ പല കൊലത്തിലുണ്ടാവും. ഫിസിക്കൽ അബിലിറ്റീസ് ഉണ്ടാവും, ഇൻ്റലക്ച്വൽ അബിലിറ്റീസ് ഉണ്ടാവും. ഒരു പ്രോബ്ലം സോൾവിങ്ങിന് അദ്ദേഹം മൈൻഡ് കൊണ്ടാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇൻ്റലക്ച്വൽ അബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതിന് ശരീരം കൊണ്ട് സ്ട്രെങ്ത്ത് കൊണ്ടാണ് അദ്ദേഹം അതിനെ സഹായിക്കുന്നതെങ്കിൽ ഫിസിക്കൽ അബിലിറ്റീസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് അബിലിറ്റീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പാഠം ചർച്ച ചെയ്തത് പേഴ്സണാലിറ്റി, അതായത് ഒരു ചലഞ്ച് വരുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവൻ എങ്ങനെയാണോ ആ ചലഞ്ചിനെ അഭിമുഖീകരിക്കുന്നത് എന്നത് ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു തകർന്നടിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തകർന്നടിഞ്ഞ് അടിയാൻ പോകുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ അദ്ദേഹം എങ്ങനെ വർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കാനും, അതുപോലെ സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനുകളിൽ അവിടെയുള്ള പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് ഈ ഒരു പാഠം നമ്മളെ സഹായിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.